നാട്ടുവിശേഷത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിശേഷങ്ങൾ ചുരുക്കത്തിൽ. സർക്കാരിന്റെ കനിവ് കാത്ത് 6 വർഷങ്ങളായി ഒരു കുടുംബം. ലോക്കപ്പ് മർദ്ദനത്തിൽ മരണപ്പെട്ട ആര്യനാട് സത്യന്റെ കുടുംബം പട്ടിണിയിൽ. കുടിക്കുന്ന വെള്ളത്തിൽ നഞ്ച് കലക്കുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ ഏറി വരുന്ന കാലമാണിപ്പോൾ. എന്നാൽ വിഷത്തേക്കാൾ മാരകമായ കുടിവെള്ള പ്രശ്നമാണ് ബാലരാമപുരത്തെയും തെയ്യുപാറയിലെയും കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. വിദ്യാധിരാജ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലത്തെ പ്രതിമ നീക്കം ചെയ്യാൻ കളക്ടറുടെ ഉത്തരവ്. പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ യൂണിഫോം വിതരണത്തിൽ അഴിമതി ആരോപണവുമായി BJP പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ. കർഷകർക്ക് കൂടുതൽ സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പൂവച്ചലിൽ ആഗ്രോ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. സർക്കാരിന്റെ കനിവ് കാത്ത് 6 വർഷങ്ങളായി ഒരു കുടുംബം. ലോക്കപ്പ് മർദ്ദനത്തിൽ മരണപ്പെട്ട ആര്യനാട് സത്യന്റെ കുടുംബം പട്ടിണിയിൽ. ഫെബ്രുവരി 9 ആര്യനാട് നിവാസികളാരും ഈ ദിവസം മറക്കില്ല. ആര്യനാട് എരുമോട് ലക്ഷം വീട്ടിൽ സത്യൻ പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ടത് അന്നാണ്. 6 വർഷങ്ങൾക്കിപ്പുറം സത്യന്റെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ കേട്ടറിഞ്ഞ് ഞങ്ങൾ സത്യന്റെ വീട്ടിലെത്തിയത്. വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ആവോളം നൽകി വാർത്തകളിൽ ഇടം നേടി കടന്നുപോയവർ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് സത്യന്റെ മരണം മുതലെടുത്തവർ എല്ലാ പേരും കൈയൊഴിഞ്ഞു ഈ ദരിദ്ര കുടുംബത്തെ. ഇല്ലാതെ ആശുപത്രി കിടന്നപ്പോൾ എൻ്റെ ഭർത്താവ് ആലജോലിയും ചെയ്തുകൊണ്ട് പോയ വഴിക്കാണ് രണ്ടുപേരും വന്ന് പിടിച്ച് പേടിച്ച് പറഞ്ഞ് സാറ് ഞാൻ പാണി സാധനങ്ങൾ കൊണ്ടുപോയപ്പോഴും എൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കും, അങ്ങനെ ആശുപത്രി പോകാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ ഇവർ രണ്ടുപേരും കൂടെ ഓട്ടിച്ച് അവിടെ ഇട്ട് ഇഷ്ടം പോലെ അടിയൊക്കെ കൊടുത്ത്, എന്നിട്ട് അവിടെ കൂടി നിന്ന നാട്ടുകാരെല്ലാം പറഞ്ഞ സത്യം പാവമാണ്, സുഖമില്ലാത്തതാണ്, ഒരു ഭാര്യ ആശുപത്രി കൊണ്ടുപോകാനാണ് ഇങ്ങനെ പണി സാധനങ്ങളും കൊണ്ടുപോകണത്, അല്ലാതെ ഒരു തെറ്റും അവൻ്റെ കയ്യിലില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കേൾക്കാതെയാണ് അവർ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഇടിയും അടിയൊക്കെ കൊടുത്തിട്ട് അങ്ങ് ജയിലിൽ കൊണ്ടുപോയത്. എന്നെ പോലും കാണിക്കാൻ സമ്മതിച്ചില്ല. സർവീസ് ചെയ്യാം അവിടെ നിന്ന് ജയിലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ ഇടിയടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി അവിടെ നിന്ന് 9ൻ്റെ അന്ന് മരിച്ച്. 20ഉം 18ഉം വയസ്സായ 2 പെൺകുട്ടികൾ, പ്രായാധിക്യത്തിന്റെ പരാധീനതകളിൽ ഏറെ വിഷമിക്കുന്ന 2 അമ്മമാർ, നിത്യരോഗിയായ സത്യന്റെ ഭാര്യ രമ. ഈ 5 പെൺജന്മങ്ങൾ സഹായമില്ലാതെ ഒറ്റപ്പെട്ടുപോയ തുരുത്താണി വീട്. രമയ്ക്ക് ആര്യനാട് PWD റെസ്റ്റ് ഹൗസിൽ ക്ലീനിംഗ് ജോലിയിൽ നിന്ന് കിട്ടുന്ന 700 രൂപ, പിന്നെ സായാഹ്ന ദിനപത്രം വിൽപ്പനയിലൂടെ കിട്ടുന്ന തുച്ഛ വരുമാനം. ഇതിൽ നിന്ന് വേണം ഈ 5 പേരുടെയും ജീവിതം പുലരാൻ. ആലപ്പണിക്കാരനായ സത്യനെ 2006 ഫെബ്രുവരി 4 ആര്യനാട് പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോൾ രമ കൈത്തണ്ടയിലെ ഓപ്പറേഷനെ തുടർന്ന് ആര്യനാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. കള്ളവാറ്റ് നടത്തിയെന്ന പേരിൽ നടുറോഡിലിട്ട് സത്യനെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ അയാൾ നിരപരാധിയാണെന്നും മഞ്ഞപ്പിത്ത രോഗബാധിതനാണെന്നും സത്യനെ അറിയാവുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കേണു പറഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. 4-ാം തീയതി ഈ സത്യന് ഇങ്ങനെ 2 പോലീസുകാരൊന്ന് ഇങ്ങനെ ആലയിലെ പണി സാധനങ്ങളുമായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് പിടിക്കുമെന്നറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ആര്യനാട് പോലീസ് കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിന് ജയിലിലടയ്ക്കാനുണ്ടായത്. ഈ നാട്ടുകാർ നോക്കി നിൽക്കെ അതിക്രൂരമായ മർദ്ദനം ഈ സത്യനെ ഏൽക്കേണ്ടി വന്നു. ഈ സത്യനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളൊരു കക്ഷിയാണ് അദ്ദേഹം. വേറെ ഈ പറഞ്ഞ ഇവർ പറഞ്ഞത് പോലീസ് പറഞ്ഞ പോലെ ഉള്ള ഒരു കേസിലൊന്നും ഒരു പ്രതിയല്ല, അങ്ങനെ ഒരു കാര്യത്തിലും അദ്ദേഹം പോകുന്നതല്ല. 2 പെൺമക്കളും അതോ ഒരു ഭാര്യയും അമ്മയായിട്ടൊക്കെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആവശ്യമില്ലാതെ വേറെ ഏതോ ആൾക്കാരുടെ കിട്ടാത്തത് കൊണ്ട്, അന്നത്തെ എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അന്ന് പടി കൊടുക്കാത്തത് കൊണ്ടാണ്, പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള പടി കൊടുക്കാത്തത് കൊണ്ടാണ് നിരപരാധിയെ പിടിച്ചുകൊണ്ടുപോയി കള്ളക്കേസിൽ കുടുക്കി അന്ന് ജയിലിലാക്കി. അന്ന് ഈ സത്യന് മഞ്ഞപ്പിത്തമാണെന്ന് നാട്ടുകാരെല്ലാം വിളിച്ച് പറഞ്ഞിട്ടും ഈ പോലീസ് ചെവി കൊണ്ടില്ല. അവിടെയിട്ട് പോലീസ് മുറ ആവശ്യമുള്ള
പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ആവശ്യമുള്ള മുറകൾ കാണിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടും അവിടെയും ക്രൂരമർദ്ദനം ഏൽപ്പിക്കേണ്ടി വന്നു. എന്നിട്ടാണ് കോടതിയിൽ നാട്ടുകാരും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെല്ലാം അദ്ദേഹം നിരപരാധിയാണ്, ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് ഒന്നും കൈക്കൊണ്ടില്ല. അറസ്റ്റിലായ ഭർത്താവിനെ ജീവനോടെ കാണാൻ രോഗിയായ രമയെ അനുവദിച്ചില്ല എന്നും പരാതികൾ ഉയർന്നിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്ത സത്യനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഫെബ്രുവരി 9 മരണം സംഭവിക്കുകയായിരുന്നു. സത്യന്റെ മരണം അന്ന് ഏറെ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു. അന്നത്തെ ആര്യനാട് MLA-യും ഇന്നത്തെ നിയമസഭാ സ്പീക്കറുമായ G. കാർത്തികേയനും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും ആനാവൂർ നാഗപ്പനും തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളെത്തി എത്രയും വേഗം അന്വേഷണവും നടപടികളും ഉണ്ടാകുമെന്നും സത്യന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും പ്രഖ്യാപനം നടത്തി. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും സത്യന്റെ വീട് സന്ദർശിച്ചു. ആലംബമില്ലാത്ത സത്യന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ ഒന്നും നടന്നില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭ മാറി അച്യുതാനന്ദൻ മന്ത്രിസഭ 5 വർഷം ഭരിച്ചു. സത്യന്റെ കുടുംബത്തിന് യാതൊരു ധനസഹായവും ലഭിച്ചില്ല. ഭർത്താവിന്റെ ജീവന് പകരം ലക്ഷങ്ങൾ വേണമെന്ന് ശഠിക്കുകയല്ല, പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്ന അപേക്ഷയാണ് അധികാര കേന്ദ്രങ്ങളോട് രമ ആവശ്യപ്പെടുന്നത്. വർത്തമാനങ്ങൾ തന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞത് എടുത്തതൊന്നുമില്ല. എല്ലാം തരാം, സഹായിക്കാം, മക്കളെ കെട്ടിക്കാനുള്ള സഹായങ്ങളെല്ലാം ചെയ്യാമെന്നെല്ലാം പറഞ്ഞു. പിന്നെ ഒരനക്കം ഒന്നുമില്ല. പഠിക്കാൻ മിടുക്കികളാണ് സത്യന്റെ മക്കളായ ശ്രീജയും സന്ധ്യയും. എന്നാൽ ഇവരുടെ തുടർ പഠനത്തിനുള്ള സാഹചര്യം ഇപ്പോഴില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ദുർവിധി വരില്ലായിരുന്നുവെന്ന് ഈ കുട്ടികൾ പറയുന്നു. ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് നമ്മളെ പഠിപ്പിക്കാനൊന്നും നിവർത്തിയില്ല. എൻ്റെ ചേച്ചി 10 വരെ പഠിച്ചു. എൻ്റെ അമ്മയ്ക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നിർത്തിയത്. ഇനി എന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മളച്ഛൻ ഉണ്ടായിരുന്നു, നമുക്ക് ഞാനൊന്നും വരൂലായിരുന്നു. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിനോടകം തന്നെ രമ തന്റെ കുടുംബത്തിലെ ദുരവസ്ഥ കാണിച്ചുകൊണ്ട് നിവേദനങ്ങൾ നൽകി. എന്നാൽ ഒരു ഭാഗത്തു നിന്നും ഇവർക്ക് നീതി ലഭിച്ചില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന 2006 സത്യൻ മരണപ്പെടുന്നത്. സത്യന്റെ കുടുംബത്തെ നിത്യ ദുരിതത്തിൽ നിന്നും കരകയറ്റാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് നിറവേറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അർഹിക്കുന്ന പരിഗണന നൽകാതെ അധികാര കേന്ദ്രങ്ങൾ അവഗണിച്ച ഈ നിർധന കുടുംബത്തെ നമുക്ക് സഹായിക്കാനാകും. ധനലക്ഷ്മി ബാങ്കിന്റെ ആര്യനാട് ശാഖയിൽ രമയുടെ പേരിലുള്ള AG 408 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സഹായം നേരിട്ടും എത്തിക്കാം. വിലാസം: രമ, ശ്രീജ ഭവൻ, എരുമോട്, കുന്നുംപുറം, ആര്യനാട് PO. ഫോൺ 98-465-74336. കുടിക്കുന്ന വെള്ളത്തിൽ നഞ്ച് കലക്കുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ ഏറി വരുന്ന കാലമാണിപ്പോൾ. എന്നാൽ വിഷത്തേക്കാൾ മാരകമായ കുടിവെള്ള പ്രശ്നമാണ് ബാലരാമപുരത്തെയും തെവുപാറയിലെയും കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള മലിനജലം നിറഞ്ഞ് കിണറ്റിലെ വെള്ളം മലിനമായി എന്ന് പരാതി. ബാലരാമപുരം തലയിൽ വെള്ളരിപ്പറമ്പ് വീട്ടിൽ കമലാസനന് വീട്ടിന് മുന്നിലെ തെളിനീര് നിറഞ്ഞിരുന്ന കിണറ്റിൽ ഇപ്പോൾ കീടങ്ങൾ നിറഞ്ഞ കരിവോയലിന് സമാനമായ വെള്ളം. വൃദ്ധദമ്പതികളായ കമലാസനനും മാതങ്കിയുമാണ് ഈ വീട്ടിൽ താമസം. രണ്ടുപേരും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ബാധിച്ചവർ. കിണറ്റിലെ വെള്ളം മലിനമായതോടെ കുടിവെള്ളത്തിനായി ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ വൃദ്ധദമ്പതികൾ. വയസ്സായ രണ്ടുപേരാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് പോയി ചുമട്ടുവെള്ളം കോരിക്കൊണ്ട് വരാനുള്ള പ്രാപ്തി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുദ്ധജലം കിട്ടി ഞങ്ങൾക്ക് ഒരു കിട്ടണം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ 5 വർഷത്തോളമായി. ഈ അടുത്ത കാലത്താണ് ഈ കിണറ്റിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആയത്. ഈ വായു ഇതിൻ്റെ ഈ ഗ്യാസ് ശ്വസിച്ചാണ് എനിക്കിപ്പോൾ ഇത്രയും ഈ അസ്വസ്ഥത കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താ എനിക്ക് നീതി കിട്ടണം. അയൽവാസി അശാസ്ത്രീയമായി നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തിയാണ് കിണറ്റിലെ വെള്ളം അശുദ്ധമായതെന്ന് ഇവർ പറയുന്നു. സമീപത്തെ കിണറുകളിലും ഏതാണ്ട് ഇതേ അവസ്ഥയാണുള്ളത്. കിണറ്റിലെ വെള്ളത്തിന് ദുസ്സഹമായ ഗന്ധവുമുണ്ട്. ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉടമസ്ഥനായ അയൽവാസിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തിയെങ്കിലും പോലീസിൽ പരാതിപ്പെടാൻ പറയുകയാണ് ഉണ്ടായത്. പോലീസിലും ബാലരാമപുരം ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള മലിനജലത്തെക്കുറിച്ചുള്ള പരാതികൾ സമീപവാസികൾക്കുമുണ്ട്. എൻ്റെ മതിലാണ് തൊട്ട് കാണുന്നത്. അവിടെ നിന്ന് ആ അടിയിൽ കൂടെ ഉള്ള ലീക്ക് എൻ്റെ മതിലിൻ്റെ അവിടെ വന്ന്
അവിടെ കെട്ടി നിന്നിട്ട് അത് മതിലിൻ്റെ അടിയിൽ കൂടെ വരും. അപ്പോൾ എൻ്റെ കിണറിനെയും ബാധിക്കും. എനിക്കാണെങ്കിൽ ചുമട്ട് വെള്ളം കോരാനൊന്നും പോകാരുമില്ല. എനിക്ക് കാലി സുഖമില്ലാത്തതാണ്. വേറെ ഒരിടത്തും ഇങ്ങനെയില്ല. പിന്നെ സ്മെല്ലടിച്ചാൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ആഹാരമൊക്കെ എടുത്ത് മുമ്പ് വയ്ക്കുമ്പോഴായിരിക്കും ഇതിങ്ങനെ ലീക്ക് ചെയ്യണ സ്മെല്ലടിക്കുന്നത്. പിന്നെ ആഹാരം കഴിക്കാൻ ഒക്കില്ല, ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരും. അതേപോലെ രാത്രി കിടന്നുറങ്ങിയ കൊതുകിൻ്റെ ശല്യം എന്തൊരു സ്മെല്ലെന്ന് അറിഞ്ഞുകൂടാ. ഒരുമാതിരി ചീഞ്ഞഴുകിയ ഒരു സ്മെല്ല്. കൊച്ചു കുഞ്ഞുങ്ങളെ കിട്ടുകൊണ്ട് നടക്കാൻ, ആഹാരം കഴിക്കാനോ പുറത്തിറങ്ങി നടക്കാനോ ഒന്നിനും പാടില്ല. ഇത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് മാറ്റാനുള്ള എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കർശനമായിട്ട് ഇത് ഇവിടുന്ന് പൊളിച്ച് മാറ്റിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സജ്ജീകരണങ്ങൾ അവർ വേറെ ഉണ്ടാക്കിയിട്ട് വേറെ എവിടെയും കൊണ്ട് വെച്ചോട്ട്. ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പാടില്ല, വഴിയടക്കാൻ പാടില്ല. കൊതുകിനെ വന്ന് അത് ശല്യം ഇത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലിരിക്കുകയാണ്. ഞങ്ങൾ ചെമിട്ട് വെള്ളമാണ് കോരുന്നത്. അപ്പോൾ കിണറില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ചുറ്റുവട്ടത്തെ പല വീട്ടിലുള്ളവർക്കും പനിയും ഉദരസംബന്ധമായ രോഗങ്ങളും പിടിപെടുന്നുവെന്ന പരാതിയുമുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് മാറ്റി സ്ഥാപിച്ചാലും ഈ അവസ്ഥയിൽ ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. നിലവിലുള്ള കിണറ്റിൽ ശുദ്ധജലം ലഭിക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. അതിനാൽ അടിയന്തരമായി കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി അധികൃതർ കൈക്കൊള്ളണമെന്നാണ് ഇവരുടെ ആവശ്യം. കിണറിൻ്റെ വെള്ളം മലിനം എന്നുള്ളത് പ്രശ്നം, അതിനേക്കാൾ ഉപരി ഇവർക്ക് വെള്ളം കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ വേണമെങ്കിൽ വെള്ളം ആ പുള്ളിയുടെ കിണറ്റിൽ, എതിർ കക്ഷിയുടെ വീട്ടിൽ കിണറ്റിൽ പോയി വെള്ളം കോരിക്കോളൂ, എത്ര കാലം വേണമെങ്കിലും കോരാം എന്നുള്ള ലെവലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് ഈ വീട്ടിലെ അപ്പനാകുമ്പോഴേക്കും ഈ വീട്ടിലെ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ വരുന്ന വൃത്തിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് അവിടെ പോയി വെള്ളം കോരുക? അതൊരു കാര്യം. പോലീസുകാർ വന്നപ്പം പരാതി ഒരു കോംപ്രമൈസ് എന്നുള്ള ലെവലിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കാശ് കൊടുത്തൊരു ഒരു HP മോട്ടോർ വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് അതിൻ്റെ വയർ കണക്ഷൻ ഇവിടെ കൊടുക്കുകയും ഇവിടുന്ന് കറണ്ട് എടുത്ത് വെള്ളം എടുത്തോളൂ എന്നുള്ള ലെവലിലാണ് പോലീസുകാർ പറഞ്ഞത്. അതും എത്ര കണ്ട് നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ കിണർ ഇറക്കാനുള്ള വകുപ്പ് പോലും ഇല്ല. അതാണ് അവസ്ഥ. അതേപോലെ കിണർ ഇറച്ചാലും ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകാൻ പാടില്ല. ഇവിടെ വെള്ളം അങ്ങനെ ഇത്രയും ചീഞ്ഞഴുകി കിടക്കണ വെള്ളം ഇവിടെ ഒഴുക്കാൻ പാടില്ല. അപ്പോൾ ഈ വെള്ളത്തിനെ മോട്ടറോ വല്ലതും വെച്ച് അടിച്ച് ഇവർക്ക് ശരിക്കും സ്ഥലമുണ്ട്. ആ വസ്തുവിൽ എവിടെയെങ്കിലും മാറ്റാനേ പറ്റുള്ളൂ. ബാലരാമപുരത്തെ കുടിവെള്ള പ്രശ്നം പോലെ തന്നെ രൂക്ഷമായ കുറ്റകൃത്യമാണ് മലയൻകീഴിന് സമീപമുള്ള തേവുപാറയിൽ അരങ്ങേറിയത്. ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കുടിവെള്ള വാട്ടർ ടാങ്കിനുള്ളിൽ അയൽവാസി വിസർജ്യം നിക്ഷേപിച്ചു എന്നാണ് പരാതി. വീട് പണിയുന്നതിന് മുമ്പ് ആരോപണ വിധേയനായ അയൽക്കാരനും കുടുംബവും ഈ ഫ്ലോട്ടിലാണ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. വീട് പൂർത്തിയായ ശേഷവും അത് തുടർന്നപ്പോൾ വീട്ടുടമസ്ഥൻ താക്കീത് നൽകി. അതിലും ഫലമില്ലെന്ന് കണ്ടപ്പോൾ കോമ്പൗണ്ട് തിരിച്ച് മതിൽ കെട്ടി. അതിലുള്ള പ്രതിഷേധമാണ് ടാങ്കിനുള്ളിൽ വിസർജ്യം നിക്ഷേപിക്കാനുള്ള കാരണമെന്നാണ് വീട്ടുടമസ്ഥരും നാട്ടുകാരും പറയുന്നത്. പഞ്ചായത്തിൽ നിന്ന് വളം ഇറക്കിയിരുന്നു. ഇവിടെ ഇതിൻ്റെ അകത്തുകൊണ്ട് താഴെയുണ്ട് വളം. ഞായറാഴ്ച ഇരുന്ന് വളം കൊടുക്കാനായിട്ട് മുമ്പറും എല്ലാവരും വന്നപ്പോഴത്തേക്ക് അവർക്ക് വെള്ളം വേണം. മോട്ടർ ഇട്ടിട്ട് പോയി ടാങ്കിൽ വെള്ളം കയറണമെന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു വലിയൊരു സിമൻറ്റ് കവറ് പാക്കറ്റ് കിടക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ടാങ്കിനുള്ളിലെ വെള്ളമാണ് സമീപത്തെ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരായ സ്ത്രീകൾ കുടിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വെള്ളം കുടിക്കുന്നില്ല. അതിന് ഇവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. വിഷമാണ് ഇട്ടിരുന്ന് ഞങ്ങൾ ഈ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ചത്താൽ ഞങ്ങളെ മക്കളെല്ലാം അനാഥരാവില്ല. ഇത്രയും പെണ്ണുങ്ങളില്ലേ. ജീവന്റെ ആധാരമാണ് ജലം. കുടിവെള്ളം അമൂല്യവുമാണ്. അത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അശുദ്ധമാക്കുന്നത് ആരായാലും കർശനമായ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്.